ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അറിവ് ഇ വി ഫോർ സെർച്ചിങ് നോളജ്. നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അലവൻസിലായിരുന്നു. അലവൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അലവൻസിനെ തന്നെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് ഫുള്ളി ടാക്സബിൾ അലവൻസ്, സെക്കൻഡ് വൺ ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് പാർഷ്യലി ടാക്സബിൾ അലവൻസ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർഷ്യലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ്, അഥവാ നമ്മൾ കുറച്ച് ഭാഗം മാത്രം ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു അലവൻസിൻ്റെ കുറച്ച് കാലം മാത്രം നമുക്ക് ടാക്സബിൾ ആകുന്നതും അല്ലാത്ത ഒരു പോർഷൻ നമുക്ക് ടാക്സബിൾ അല്ലാത്തതുമായിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ പാർഷ്യലി ടാക്സബിൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് അപ് ടു സെർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സംപ്റ്റ് ചെയ്യാം, എന്നാൽ അതിലപ്പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹൗസ് റെൻറ്റ് അലവൻസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടുവേർഡ് ഇറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇതിൽ പറയുന്ന വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ അലവൻസ് അണ്ടർ സെക്ഷൻ 10(14)(1) ആൻഡ് അണ്ടർ സെക്ഷൻ 10(14) ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹൗസ് റെൻറ്റ് അലവൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പറഞ്ഞിട്ടുണ്ട്. സോ HRA നമ്മൾ പറഞ്ഞു ഹൗസ് റെൻറ്റ് അലവൻസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത്. ഇനി വി ആർ മൂവിങ് ടുവേർഡ് എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് amount granted as an entertainment allowance to an employee by his employer is included under the head of salary and the following deduction is allowed in the connection. Okay, so സാലറിയുടെ അണ്ടറിൽ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. ടാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻ കുറക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലേ? അപ്പോൾ ആ ഡിഡക്ഷൻ കുറക്കുന്ന സമയത്ത് സെർട്ടൻ കുറച്ച് ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് കുറക്കാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഫോളോയിങ് ഡിഡക്ഷൻ ഇസ് അലൗഡ് ഇൻ ദ കണക്ഷൻ. താഴെ പറയുന്ന നമുക്ക് എന്ത് ചെയ്യും, ഡിഡക്ഷനും നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോസ് സാലറീൻ്റെ കൂടെ നമ്മളത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന്ന് ഈ ഒരു എമൗണ്ട് കുറക്കും. ഈ എമൗണ്ട് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് മുഴുവൻ കിട്ടിയത് മുഴുവനായിട്ട് നമുക്ക് കുറക്കാൻ പറ്റില്ല, ഒരു കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് ഭാഗമാണ് നമുക്ക് കുറക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി വിച്ച് ഇസ് ലെസ് ഷുഡ് ബി ടേക്കൻ. ഓക്കെ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, അഥവാ നമുക്ക് എത്ര രൂപയാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇതെല്ലാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. സോ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് എനിക്കൊരു 5,000, ഓക്കെ 5,000 ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ദെൻ 1/5 ഓഫ് ദ ബേസിക് സാലറി, ബേസിക് സാലറിയുടെ 1/5. ഓക്കെ, അഥവാ എനിക്കിപ്പോൾ ഒരു 1 lakh രൂപയാണ് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ 1/5 എന്ന് പറയുന്നത് എത്രയാണ്, 20,000. ബേസിക് സാലറിയുടെ 1/5 അഥവാ 20,000. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആക്ച്വൽ എമൗണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് ആക്ച്വൽ എമൗണ്ട് എത്രയാണ് റിസീവ് ചെയ്തിട്ടുള്ളത് അതെടുത്ത് എഴുതണം. സെക്കൻഡ് കേസിൽ പറയുന്നത് 1/5 ഓഫ് ദ ബേസിക് സാലറി, ബേസിക് സാലറിയുടെ 1/5 അഥവാ എനിക്ക് ബേസിക് സാലറി ആയിട്ട് ഒരു 1 lakh കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/5, ഓക്കെ 1/5 ദാറ്റ് വിൽ ബി 20,000. ഓക്കെ, ദെൻ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് ഇവിടെ മൂന്നാമത്തെ കണ്ടീഷനിൽ. അപ്പോൾ അതൊന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. 5,000 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവുള്ളത് ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി വിച്ച് എവർ ഈസ് ലെസ് ഷുഡ് ബി ടേക്കൻ ആസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണ്, 5,000. രണ്ടിലും 5,000 വരുന്നതുകൊണ്ട് നമുക്ക് ചെറിയ എമൗണ്ട് എന്താണ്, 5,000 തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സംഷൻ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, 5,000 നമുക്ക് സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇതിനൊരു സ്പെഷ്യൽ പ്രോബ്ലം നമ്മൾ ചെയ്യാറില്ല. ഓവറോൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. സോ ഇവിടെ വേറൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്.
നമുക്ക് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ അനുവദിക്കുന്നുണ്ട് എങ്കിൽ we can allow it only in the cases of government employee. ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതർവൈസ് അത് കൈൻഡ് ഓഫ് എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നില്ല, ഇവർ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് അലവൻസിൽ കാര്യങ്ങൾ അലൗ ചെയ്യുന്നില്ല, എക്സംഷൻസ് അലൗ ചെയ്യുന്നില്ല. അവർക്ക് എത്രയാണോ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടിയിട്ടുള്ളത് അത് മുഴുവനായിട്ട് ടാക്സബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിലേതെങ്കിലും ഒരു എമൗണ്ട്, ഇതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് 3 കണ്ടീഷനാണ് കൊടുത്തത്. 3 കണ്ടീഷൻ നമ്മൾ ചെയ്യണം. ഈ കണ്ടീഷൻ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷൻ ചെയ്യുന്ന ഈ കണ്ടീഷനിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് നമുക്ക് ലാസ്റ്റ് ഡിഡക്ഷൻ കിട്ടുന്നത് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി ഓൺലി. അതർ എംപ്ലോയീസ് ഫുള്ളി എന്താണ്, അവർക്ക് എത്രയാണോ അവർ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അത് മുഴുവൻ ടാക്സബിൾ ആണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഫുൾ ടൈം വെക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളും ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമുള്ളതാണ്. അല്ലാത്ത എംപ്ലോയീസിന് ഫുള്ളി ഇങ്ങനെ കിട്ടുന്ന എല്ലാ എമൗണ്ടും എന്താണ്, ടാക്സബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി സ്പെഷ്യൽ അലവൻസ്. ഓക്കെ, ഈ ഒരു സ്പെഷ്യൽ അലവൻസ് മുകളിൽ നമ്മൾ സ്പെഷ്യൽ അലവൻസ് പറഞ്ഞു. ഈ സ്പെഷ്യൽ അലവൻസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഥവാ അണ്ടർ സെഷൻ 10 സെഷൻ 10 സബ്സെഷൻ 14 ഐയിൽ പറയുന്നതും അതുപോലെ തന്നെ 10 സെഷൻ 14 സെക്കൻഡ് പറയുന്നതും ഇങ്ങനെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം, സ്പെഷ്യൽ അലവൻസിൽ സ്പെഷ്യൽ അലവൻസ് നമ്മൾ അനുവദിക്കുന്നത് 2 പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട്. ഇങ്ങനെ രണ്ടും കിട്ടുന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ പോർഷൻ അത് നമ്മളുടെ ഈ ഒരു അപ് ടു സെർട്ടൻ എക്സ്റ്റെൻറ്റ് പാർഷ്യലി ടാക്സബിൾ ആണ് എന്നുള്ള ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്പെഷ്യൽ അലവൻസിനെ സ്പെഷ്യൽ അലവൻസ് അണ്ടർ ഒഫീഷ്യൽ ആൻഡ് സ്പെഷ്യൽ അലവൻസ് അണ്ടർ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലവൻസ് കൊടുക്കുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് എങ്കിൽ എക്സെപ്റ്റ് അപ് ടു ദി എമൗണ്ട് സ്പെൻഡ്. ആക്ച്വലി എത്രയാണോ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ആക്ച്വൽ എമൗണ്ട് എത്രയാണോ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതുവരെ ഡിഡക്ഷൻ കിട്ടും. ശ്രദ്ധിക്കുക, സ്പെഷ്യൽ അലവൻസിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സ്പെഷ്യൽ അലവൻസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് ഓൾസോ സ്പെഷ്യൽ അലവൻസ് ഫോർ പേഴ്സണൽ പർപ്പസ്. സ്പെഷ്യൽ അലവൻസസ് ഒഫീഷ്യൽ പർപ്പസിനാണ് എങ്കിൽ എത്ര എമൗണ്ട് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു അലവൻസസിൻ്റെ അണ്ടറിൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നും നമ്മൾ ഒറിജിനലി എത്രയാണോ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് എന്ത് ചെയ്യാം, കുറക്കാം. സോ ഒഫീഷ്യൽ പർപ്പസിലാവുന്ന സമയത്ത് ഫസ്റ്റ് വൺ ഇസ് ഹെൽപ്പർ അലവൻസ്. ഹെൽപ്പർ അലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനി അലവൻസസ് ഗ്രാൻഡഡ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ ഹെൽപ്പർ വേഴ്സസ് ഹെൽപ്പർ ഈസ് എൻഗേജ്ഡ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൺ അക്കൗണ്ട് ഓഫ് ഹെവി വർക്ക് ലോഡ് ഓഫ് ദ എംപ്ലോയർ ശ്രീ രാമകൃഷ്ണ, ഒരു വ്യക്തി അയാളുടെ വർക്ക് ലോഡ് കൂടുതൽ കാരണം അയാൾ എന്ത് ചെയ്തു, അയാളുടെ വർക്ക് മറ്റൊരാൾക്ക് കൂടി കുറച്ച് എന്ത് ചെയ്തു, ഒരു ഹെൽപ്പറിനെ തേടി, അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പറിനെ തേടി. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അയാൾക്ക് കമ്പനി ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്നത് 5000 രൂപ പെർ മന്ത് ആണ് എങ്കിൽ നമ്മൾ ഇയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 500 രൂപയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ, 500 രൂപ. 500 രൂപയാണ് പെർ മന്ത് ഈ ഒരാൾക്ക് ഹെൽപ്പർ അലവൻസ് ആയിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. സോ ടോട്ടൽ എമൗണ്ട് എത്ര വരും, അപ്പോൾ 6000 വരും അല്ലേ, 6000 ഉണ്ടാവും. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 6000 ഉണ്ടാവും. ഇയാൾ ഒരു ഹെൽപ്പറിനെ എന്ത് ചെയ്തു, ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കമ്പനീൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നത്, കാശ് വാങ്ങിക്കുന്നത്. ആ കമ്പനി അവർക്ക് ഹെൽപ്പറിന് ക്യാഷ് കൊടുക്കുന്നത് എത്രയാണ്, 500 രൂപയാണ് പെർ മന്തായിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഈ വ്യക്തി ഈ ഒരു 500 രൂപ പെർ മന്ത് കിട്ടുന്ന വ്യക്തി അയാൾ ഹെൽപ്പറിന് കൊടുക്കുന്നത് വെറും 400 രൂപയാണ്. അയാൾക്ക് കൊടുക്കാനാണ് 500 രൂപ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നു. അപ്പം 400 രൂപ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അയാൾ കൊടുക്കുന്നുള്ളൂ.
അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഒരു ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അഥവാ നമുക്കറിയാം 5000 ഇൻറ്റു 12 എന്ന് പറയുന്ന സമയത്ത് എത്ര കിട്ടും? 6000 രൂപ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ 400 ഇൻറ്റു 12 വരുന്ന സമയത്ത് എത്ര വരും? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 400 ഇൻറ്റു 12 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 4800 രൂപ വരും അല്ലേ? 4800 രൂപ. സോ 6000 മൈനസ് 4800 രൂപ. ഓക്കെ. അഥവാ 1200 രൂപ അയാൾക്ക് എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ആകുന്ന സമയത്ത് ആ 1200 രൂപ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇത് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഹെൽപ്പർ അലവൻസ് ഇയാൾക്ക് ഇത്ര കിട്ടുന്നു, പക്ഷേ ഒറിജിനലി അയാൾക്ക് ഇത്രയും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ, ഇങ്ങനെ പറഞ്ഞിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് മനസ്സിലാക്കാം. ഹെൽപ്പർ അലവൻസ് നമുക്ക് തരുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ. ഒറിജിനലി റിസീവ് ചെയ്യുന്നതും നമ്മൾ കൊടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അത് മുഴുവൻ ടാക്സബിൾ ആണ്. ഓക്കെ. കൊടുക്കാത്ത എമൗണ്ട് ആണ് എങ്കിൽ അതിൻ്റെ മുകളിൽ മുഴുവൻ ടാക്സബിൾ ആണ്. ഓക്കെ. എക്സംഷൻ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി നമ്മൾ എത്ര രൂപയാണോ അതിൻ്റെ മുകളിൽ ചിലവാക്കുന്നത് അതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എക്സംഷൻ കിട്ടുന്നത്. സോ യൂണിഫോം അലവൻസ് ഒരു വ്യക്തിക്ക് ഒരു കമ്പനി കൊടുക്കുകയാണ് യൂണിഫോം തയ്പ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും രൂപ കൊടുക്കുന്നു. ഒറിജിനലി ഒരു 600 രൂപയാണ് ഒരു യൂണിഫോം തയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. 500 രൂപയെ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഈ 100 രൂപയുടെ മുകളിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ടാക്സ് കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഡെയിലി അലവൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ കമ്പനി എന്നെ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. ഓക്കെ. അങ്ങനെ ആകുന്ന സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കാനുള്ള എക്സ്പെൻസ് കമ്പനി ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പെൻസ് എനിക്ക് തരുന്നത് ഇപ്പോൾ ഞാൻ 2 ദിവസം കമ്പനി ടൂറിന് വേണ്ടിയിട്ട് കമ്പനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പുറത്തു പോകുന്നത്. ഒരു 3000 എനിക്ക് കിട്ടുന്നു എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഒറിജിനലി അതിന് വരുന്നത് 2000 രൂപ മാത്രമാണ് എനിക്ക് ഫുഡിന് വരുന്നത് എങ്കിൽ ആ 1000 രൂപയുടെ മുകളിൽ ഞാൻ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ട്രാവലിംഗ് അലവൻസ്. പലപ്പോഴും കമ്പനിയുടെ കേസിൽ വലിയ വലിയ കമ്പനിയുടെ കേസിലൊക്കെ ആണത്. അവർക്ക് പലയിടത്തും ട്രാവലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ ഒഫീഷ്യൽസിന് എന്ത് ചെയ്യുന്നു? ട്രാവലിംഗ് അലവൻസ് കൊടുക്കുന്നു. അപ്പോൾ ഒറിജിനലി എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് മൈനസ് അതിന് എത്രയാണോ ചിലവാക്കിയിട്ടുള്ളത് അതിൻ്റെ ഡിഫറൻസ് എന്താണ്? നമുക്ക് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ. എക്സംഷൻ കിട്ടുന്നത് നമ്മൾ ചിലവാക്കിയിട്ടുള്ള എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. ദെൻ കൺവെയൻസ് അലവൻസ്. അതുപോലെ തന്നെ കൺവെയൻസ് അലവൻസ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പേരിൽ തന്നെയാണ് തരുന്നത്, വേറെ പേരിലൊന്നും തരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെഷൻ പ്രകാരം അണ്ടർ സെഷൻ 14I ഇത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ എത്രയാണോ അത് മൈനസ് എത്രയാണോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാം? ഫുള്ളി ടാക്സബിൾ എമൗണ്ടിൽ നിങ്ങൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഇസ് സ്പെഷ്യൽ അലവൻസസ് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലവൻസസ് അണ്ടർ പേഴ്സണൽ സെഷൻ 10 സബ്സെഷൻ 14(2) ഇതിൽ പറയുന്നതാണ്. എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ, ഒരു സെർട്ടൻ ലിമിറ്റ് വരെ ചിലവാക്കിയത് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിലൊക്കെ നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എക്സംപ്റ്റഡ് അപ് ടു എ സെർട്ടൻ എക്സ്റ്റെൻറ്റ്, ഒരു സെർട്ടൻ ലിമിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. നേരത്തെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ ആക്ച്വലി എത്രയാണോ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതുവരെ നമുക്ക് കുറക്കായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് അലവൻസ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ്സും എത്ര വരെ കുറക്കാൻ പറ്റും എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം. എക്സംപ്റ്റഡ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളടുത്ത് കുറക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ എംപ്ലോയിയുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, 2 കുട്ടികൾക്ക് മാക്സിമം 2 കുട്ടിക്ക്
ഓരോ കുട്ടിക്കും ഓരോ മന്ത് 100 രൂപ വീതം എന്ത് ചെയ്യും എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അഥവാ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു രാജു എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് 2 കുട്ടികളാണുള്ളത്. ഓക്കെ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ കൃഷ്ണ, അതെ, അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ കൃഷ്ണ കൊടുക്കുന്നത് ഒരു 5000 രൂപ കൊടുക്കുന്നു. കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണ് 5000 രൂപ കൊടുക്കുന്നത്. ഓക്കെ. എന്ത് പറഞ്ഞിട്ടാണ്? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 100 രൂപ നമുക്ക് എത്രയാ? 2 കുട്ടികൾക്ക് 100 രൂപ. അഥവാ ഒരു കുട്ടിക്ക് 100 രൂപ ഇൻറ്റു 12 നമുക്കറിയാലോ, ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെന്നുള്ളത് അറിയാം. ഓക്കെ. 100 ഇൻറ്റു 12 അഥവാ 1200 രൂപ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. എക്സംഷൻ ലിമിറ്റഡ് ആണ്. ഓക്കെ. അതിൻ്റെ മുകളിൽ അയാൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇയാൾക്ക് 2 കുട്ടികളുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ 1200 രൂപ കൂടി കിട്ടും. ഓക്കെ. 4, 2 അഥവാ 2400 രൂപ വരെ മാത്രമേ ഈ ഒരു 5000ത്തിൽ നിന്നും 2400 രൂപ വരെ അയാൾ ആ ഒരു എമൗണ്ടിന് മുകളിൽ അയാൾ ടാക്സ് കൊടുക്കണ്ട. ബാക്കിയുള്ള എമൗണ്ട് അഥവാ ഈ ഒരു കേസിൽ എത്ര വരും? 2600 വരും. 2600. ഓക്കെ. 2600 രൂപ വരെ എന്ത് ചെയ്യണം? അയാൾ ടാക്സ് കൊടുക്കണം. ക്ലിയർ? ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഇത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ലാസ്റ്റ് ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ എഴുതുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ പ്രോബ്ലം വരുന്നത്. അല്ലാണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിന് പ്രോബ്ലം ഇല്ല. ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു എമൗണ്ടിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഒറിജിനലി അയാൾക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. നമുക്ക് ടാക്സ് ലോയിൽ പറയുന്നത് എത്രയാണ്? ഓരോ കുട്ടിക്കും 100 രൂപ വെച്ചിട്ട് 2 കുട്ടിക്ക് അങ്ങനെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അഥവാ 2400 രൂപ എക്സംഷൻ കിട്ടും. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ 5000 കിട്ടിയതിൽ നിന്ന് 2400 മൈനസ് ചെയ്യുന്നു. ബാക്കി 2600 വരുന്നു. ഈ 2600ന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുള്ളി ടാക്സ് കൊടുക്കുന്നു. എങ്ങനെ? ഓക്കെ. ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ദെൻ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, അതുപോലെ തന്നെ അയാളുടെ കുട്ടിയുടെ ഹോസ്റ്റലിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യും? ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഒരു 1000 രൂപ കൊടുക്കുന്നു. 1000 അല്ല, 10000 രൂപ കൊടുക്കുന്നു. ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. 2 കുട്ടിക്കാണ് മാക്സിമം കിട്ടുന്നത്. 300 പെർ മന്ത്, ഓരോ മാസവും 300 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കെ. അഥവാ 3600 രൂപ പെർ ഇയർ കിട്ടും. 3600 രൂപ ഒരു കുട്ടിക്കാണ് കിട്ടുന്നത്. 2 കുട്ടിക്കാവുന്ന സമയത്ത് 3600 പ്ലസ് 3600 അഥവാ 7200 രൂപ എന്ത് ചെയ്യാം? അയാൾക്ക് കുറക്കാം. ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കി എത്ര വരും? 2800 രൂപ. ഈ 2800 രൂപയുടെ മുകളിൽ എന്ത് ചെയ്യണം? അയാൾ ടാക്സ് കൊടുക്കണം. ഓക്കെ. ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇനി ഇങ്ങനെ ഞാൻ വായിച്ചു പോകുന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ വായിച്ചു പോകുന്നുള്ളൂ, ശ്രദ്ധിക്കാം. ട്രാൻസ്പോർട്ട് അലവൻസ് 1600 പെർ മന്താണ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഫോർ ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? 3200 രൂപ. കുറച്ചുകൂടെ ചിലവ് വരുന്നുണ്ടല്ലോ. അപ്പോൾ 3200 രൂപ വരെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം? അങ്ങനെ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് അലവൻസസ് ഓക്കെ 800 രൂപ പെർ മന്ത് കിട്ടും. ട്രൈബർ ഏരിയ 200 പെർ മന്ത്. ഇതിലൊക്കെ കൂടുതൽ കൊടുക്കുന്നതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. റണ്ണിങ് ഫ്ലൈറ്റ് അലവൻസസ് എംപ്ലോയീസ് വർക്ക് ഇൻ ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം. റണ്ണിങ് ഫ്ലൈറ്റ് അലവൻസ് എന്ന് പറയുമ്പം എങ്ങോട്ടെങ്കിലും ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട്, ഓക്കെ, സൈറ്റിലേക്കൊക്കെ ഇപ്പോൾ എഞ്ചിനീയേഴ്സൊക്കെ ആണെങ്കിൽ സൈറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ആവുന്ന സമയത്ത് റണ്ണിങ് ഫ്ലൈറ്റ് അലവൻസ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ. അങ്ങനെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ 10,000 അല്ലെങ്കിൽ 7% വിച്ച് എവർ ഈസ് ലീസ്റ്റ്. ഓക്കെ. അഥവാ 10,000 വരെ നമുക്ക് എന്ത് ചെയ്യാം? എക്സംഷൻ കിട്ടും. അല്ലെങ്കിൽ 70% ഓഫ് ദ സാലറി. ഇതിൽ രണ്ടിലും ഏതാണോ കുറവുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ഏറ്റവും കുറവുള്ള എമൗണ്ട് നമുക്ക് ടാക്സ് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് റണ്ണിങ് ഫ്ലൈറ്റ് അലവൻസ് എന്ന് പറയുന്നത് റണ്ണിങ് ഫ്ലൈറ്റ് അലവൻസ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം
എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അലവൻസ് തരികയാണെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 10,000 റുപ്പി, ഓക്കെ, ഒന്നെങ്കിൽ 10,000 റുപ്പി അല്ലെങ്കിൽ 70% വിച്ച് എവർ ലീസ്റ്റ്. അഥവാ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇപ്പോൾ ഒരു 70,000 ഒക്കെ ഈ ഒരു പർപ്പസിന് കൊടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഒരു 70% നിങ്ങൾ എടുക്കുക. ഓക്കെ, 70% എടുക്കുക. ഇതിനൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ 10,000 ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ, ഇതിൽ ഈ ഒരു എമൗണ്ടിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് നമ്മൾക്ക് എന്ത് ചെയ്യണം, എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. ബാക്കി എമൗണ്ട് എത്രയാണോ വരുന്നത് അതിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഓക്കെ, ദെൻ കോമ്പൻസേറ്ററി ഫീൽഡ് അലവൻസ് 2,600 പെർ മന്ത് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസസ് 1,000 പെർ മന്ത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്തില്ല, ഇതൊക്കെ നമ്മൾ ഈ ഒരു പേരിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ഇതെങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കേണ്ട, ഇതിങ്ങനെ തന്നെ വരുള്ളൂ. ഹൈ ആറ്റിറ്റ്യൂഡ് ഇത്രയും അലവൻസ് കൊടുക്കണം, ഇത്രയും അലവൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എക്സംപ്റ്റഡ് എത്രയാണോ നോക്കുക നിങ്ങൾ, എന്നിട്ട് അതിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ്, കോമ്പൻസേറ്ററി മോഡിഫൈഡ് അലവൻസ് നമ്മൾ പറഞ്ഞു, ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ്. അപ്പോൾ ഒരു ഇപ്പോൾ ഹിമാലയൻ കുന്നിൻ്റെ മുകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോൾ അതാണ് പറയുന്നത് അയാൾക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ 9,000 മുതൽ 15,000 വരെ ഫീറ്റിൻ്റെ മുകളിലാണ് അയാളെങ്കിൽ ഒരു 1,060 രൂപ ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്ന് പറഞ്ഞ് കൊടുക്കാം, പെർ മന്ത് കൊടുക്കാം. അതുപോലെ തന്നെ 15,000 ഫീറ്റിന് മുകളിലാണ് എങ്കിൽ എത്ര കൊടുക്കാം, 1,600 പെർ മന്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഐസ്ലാൻഡ് ഡ്യൂട്ടി അലവൻസ്. ഐസ്ലാൻഡിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എങ്കിൽ ഇയാൾക്ക് എത്ര അലവൻസ് കൊടുക്കാം, 3,250 രൂപ പെർ മന്ത് എന്ത് ചെയ്യും അയാൾക്ക്. ആ ഒരു നമുക്കറിയാലോ, അവിടെ പോയിട്ട് ജീവിക്കുകയാണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുന്നു, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള അലവൻസൊക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കേസിൽ വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് മുതൽ ജസ്റ്റ് ഒന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് പാർട്ട്ലി ടാക്സബിൾ അലവൻസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഹൗസ് റെൻ്റ് അലവൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇപ്പോൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, 5,000 രൂപ ഒറിജിനലി എത്രയാണോ റിസീവ് ചെയ്തത് അല്ലെങ്കിൽ 1/5 ഓഫ് ദ സാലറി. ഇങ്ങനെ 3 കാണുന്ന അതിലേറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എടുക്കുന്നു. ഇനി സ്പെഷ്യൽ അലവൻസസ് നമ്മൾ പറഞ്ഞു. സ്പെഷ്യൽ അലവൻസസിൻ്റെ കേസിൽ തന്നെ 2 ഉണ്ട്. ഒന്ന് അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അണ്ടർ സെഷൻ 1014I അതാണ് ആ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും അലവൻസ് കൊടുക്കുന്നുണ്ട്. ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ എത്രയാണോ അയാൾക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നും എത്രയാണോ അയാൾ ഒറിജിനലി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ്റെ മുകളിലാണ് ടാക്സ് കൊടുക്കേണ്ടത്. എന്നാൽ സ്പെഷ്യൽ അലവൻസസ് ഫോർ പേഴ്സണൽ പർപ്പസ് ആവുന്ന സമയത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഴ്സണൽ പർപ്പസിനാവുന്ന വലിയ നിങ്ങൾ കുറച്ചുകൂടെ കെയർ ചെയ്യണം. ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ ലിമിറ്റിന് കൂടുതലായിട്ട് ഒറിജിനലി അയാൾ എന്താണോ റിസീവ് ചെയ്തത് ആ ഒരു ഗ്യാപ്പ് എത്രയാണോ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഐ തിങ്ക് this point is clear for you. So if you have any doubt in the session you can ask in the comment box. Okay, so thank you, have a good day.